രണ്ട് കെട്ടിയ മലയാള നടന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെമ്പൻ വിനോദിൻ്റെ ആദ്യ വിവാഹം സുനിതയുമായി നടന്നു. 2010 വിവാഹം. 2019 വിവാഹമോചനം നേടി. ദിലീപിൻ്റെ ആദ്യ വിവാഹം മഞ്ജു വാര്യരുമായി ഒക്ടോബർ 20, 1998 ജനുവരി 2013 വിവാഹമോചനം നേടി. രണ്ടാം വിവാഹം കാവ്യ മാധവനുമായി നടന്നു. ഭഗത് മാനുവൽ ആദ്യ ഭാര്യ ഡാലിയ. വിവാഹം 2011 ഡിസംബർ 26. 2018 വിവാഹമോചനം നേടി. ഭഗത് മാനുവലിൻ്റെ രണ്ടാമത്തെ വിവാഹം ഷെലിൻ ചെറിയാനുമായി നടന്നു. 2019 സെപ്റ്റംബർ 19 വിവാഹം. മുകേഷിൻ്റെ ആദ്യ ഭാര്യ സരിത. വിവാഹം സെപ്റ്റംബർ 2, 1988 2011 ഒക്ടോബറിൽ വിവാഹമോചനം നേടി. രണ്ടാമത്തെ വിവാഹം മേതിൽ ദേവികയുമായി നടന്നു. വിവാഹം ഒക്ടോബർ 24, 2013 ഗണേഷ് കുമാറിൻ്റെ ആദ്യ വിവാഹം ഡോക്ടർ യാമിനി തങ്കച്ചിയുമായി നടന്നു. മെയ് 20, 1994 വിവാഹം. ഒക്ടോബർ 20, 2013 വിവാഹമോചനം നേടി. ഗണേഷ് കുമാറിൻ്റെ രണ്ടാമത്തെ വിവാഹം ബിന്ദു മേനോനുമായി നടന്നു. ജനുവരി 24, 2014 വിവാഹം. സായ് കുമാറിൻ്റെ ആദ്യ വിവാഹം പ്രസന്നകുമാരിയുമായി നടന്നു. 1988 വിവാഹം. 2008 വിവാഹമോചനം നേടി. സായ് കുമാറിൻ്റെ രണ്ടാം വിവാഹം ബിന്ദു പണിക്കരുമായി ഏപ്രിൽ 12, 2009 കഴിഞ്ഞു. മനോജ് കെ ജയൻ്റെ ആദ്യ വിവാഹം ഉർവശിയുമായി നടന്നു. മെയ് 2, 2000 വിവാഹം കഴിഞ്ഞത്. 2008 ഒക്ടോബർ 10 വിവാഹമോചനം നേടി. മനോജ് കെ ജയൻ്റെ രണ്ടാം വിവാഹം ആഷയുമായി മാർച്ച് 3, 2011 ജഗതിയുടെ ആദ്യ വിവാഹം മല്ലികയുമായി 1974 കഴിഞ്ഞു. 1978 വിവാഹമോചനം നേടി. ജഗതിയുടെ രണ്ടാം വിവാഹം ശോഭയുമായി 1984 കഴിഞ്ഞു. ഇനി കുറച്ച് തമിഴ് നടന്മാരെ നമുക്ക് നോക്കാം. കമൽഹാസൻ വാണി ഗണപതിയുമായി 1978 വിവാഹം നടന്നു. 1988 വിവാഹമോചനം നേടി. കമൽഹാസൻ്റെ രണ്ടാം വിവാഹം സാരികയുമായി 1988 കഴിഞ്ഞു. 2000 വിവാഹമോചനം നേടി. അതിനുശേഷം ഗൗതമിയുമായി ലിവിങ് ടുഗദർ 2004 മുതൽ 2016 വരെ. പ്രഭു പുനിതയെ വിവാഹം ചെയ്തു. 1983 വിവാഹം. രണ്ടാം വിവാഹം ഖുഷ്ബുവുമായി നടന്നു. സെപ്റ്റംബർ 12, 1993 വിവാഹം. 1994 വിവാഹമോചനം നേടി. ശരത് കുമാർ ഛായാദേവിയെ ജൂലൈ 21, 1984 വിവാഹം ചെയ്തു. ഫെബ്രുവരി 4, 2001 വിവാഹമോചനം നേടി. രണ്ടാം വിവാഹം രാധികയുമായി ഫെബ്രുവരി 4, 2001 നടന്നു. പ്രകാശ് രാജ് ലളിതയെ വിവാഹം ചെയ്തത് 1994 2009 വിവാഹമോചനം നേടി. രണ്ടാം വിവാഹം പൊനി വർമ്മയുമായി 24 ഓഗസ്റ്റ് 2010 നടന്നു.